ഗവേഷക വിദ്യാർത്ഥികളെ ഫീസിന്റെ പേരിൽ പിഴിഞ്ഞെടുക്കാൻ തീരുമാനിച്ചു കേരള സർവകലാശാല. പാർട്ട് ടൈം ഗവേഷകരുടെ ഫീസ് 15 ഇരട്ടി വർദ്ധിപ്പിച്ചു. മുൻപില്ലാത്ത തരത്തിൽ റിസർച്ച് സെന്ററുകൾ വർഷാവർഷം വലിയൊരു തുക സർവകലാശാലയ്ക്ക് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. 4 വർഷ ബിരുദ കോഴ്സ് ഫീസ് വർധനയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ കെട്ടടങ്ങും മുന്നെയാണ് ഗവേഷകർക്ക് ഇരുട്ടടിയായി പുതിയ തീരുമാനമെത്തിയിരിക്കുന്നത്. സർവകലാശാല പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ അഫിലിയേഷൻ, രജിസ്ട്രേഷൻ ഫീസുകൾ മുതൽ PhDയുമായി ബന്ധപ്പെട്ട എല്ലാത്തരം ഫീസുകളും വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിലും പാർട്ട് ടൈം ഗവേഷകർക്കാണ് മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത്. ഒന്നാം കാറ്റഗറിയിൽ വർഷം 795 രൂപ റിസർച്ച് ഫീസായി ഈടാക്കിയിരുന്നിടത്ത് ഇനി മുതൽ ഒരു മാസം 1000 രൂപ വീതം വർഷമടയ്ക്കേണ്ടത് 12,000 രൂപ. അതായത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ 15 ഇരട്ടി വർധനവ്. രണ്ടാം കാറ്റഗറിയിൽ വർഷം 1260 രൂപ എന്നത് മാസം 1500 വീതം എന്ന തരത്തിലേക്കും പുനഃക്രമീകരിച്ചിരിക്കുന്നു. നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകരാണ് പാർട്ട് ടൈമായി റിസർച്ച് ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വർധനവ് വലിയ ബാധ്യത ഉണ്ടാക്കും എന്നാണ് പരാതി. ഓപ്പൺ ഡിഫൻസ് ഫീ എന്ന് റിസർച്ച് ഫീ എന്നൊക്കെ പറഞ്ഞ പല ഫീസുകൾ PhD സ്കോളേഴ്സിന് വാങ്ങുന്നുണ്ട്. അത് നേരത്തെ വർഷത്തിൽ ഒരിക്കലായിരുന്നു. ഇതിനോടൊപ്പം സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലെ റിസർച്ച് സെന്ററുകൾക്കും വൻ തുകയാണ് ഇനി മുതൽ സർവകലാശാലയിൽ അടയ്ക്കേണ്ടത്. നേരത്തെ അഫിലിയേഷൻ ഫീസായി 1050 രൂപ മാത്രം നൽകേണ്ടിയിരുന്നിടത്ത് ഇനി മുതൽ 30,000 നൽകണം. ഇത്രയും രൂപ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് റിസർച്ച് സെന്റേഴ്സ് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരും. സർക്കാർ നിർദ്ദേശപ്രകാരം ഫീസ് വർദ്ധിപ്പിക്കുന്നുവെന്നതാണ് അധികൃതർ നൽകുന്ന മറുപടി. കൂടാതെ ഇനി മുതൽ വർഷാവർഷം ഈ തുകയിൽ നിന്നും 5% വീതം വർധനവുണ്ടാകുമെന്ന അറിയിപ്പ് കൂടി ഉത്തരവിലുണ്ട്. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.